ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒന്നുമില്ല, ചെറിയൊരു ബ്രേക്ക് എടുത്തതേനു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ചാനലിൽ കുറേ കാലമായിട്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നോയിൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ കുറേ കാലമായിട്ട് വരുന്നതാണ് കേട്ടോ. ഒരു 3 മാസം ആയ ആ സമയം മുതലേ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നൊക്കെ ഒന്നുമില്ലല്ലോ കാണിക്കാൻ, ഇന്നാവുമ്പം കുറച്ച് ഓന് ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് കാണിക്കാൻ വിചാരിച്ച്. അപ്പോൾ നോയിൻ്റെ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. രാവിലെ നോ നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ എണീക്കലുള്ളത്. അൽഹംദുലില്ലാ മാഷാ അല്ലാ. അങ്ങനെ ഒരു കരച്ചിൽ പിഴിച്ചിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവലില്ല. ഓനെ നല്ല ചിരിച്ചിട്ടാണ് എണീക്കുക. അതേ ദിവസം ഞാനിങ്ങനെ വിളിച്ചാലേ ഓന് എണീക്കലുള്ളൂ കേട്ടോ. അത്രയും നേരം കിടന്നുറങ്ങും. ഒരു 9:30 ആ സമയത്തൊക്കെയാണ് ഇവൻ എണീക്കൽ. എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ കളിക്കും കേട്ടോ. ഓനിപ്പോൾ ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ബാത്ത അങ്ങനത്തെ സൗണ്ട്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കലുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഓൻ പറയുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ ഓനെ മിമിക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ ആക്കും. പിന്നെ കുറേ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കളിക്കും. പിന്നെ ഇപ്പം തന്നെ ഞാൻ ഓനൊരു പ്രാവശ്യം ഫീഡ് ചെയ്യും. രാത്രിയൊക്കെ കുടിക്കലുണ്ട്, എന്നാലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് ഫീഡ് ചെയ്ത് കൊടുക്കും. അതങ്ങനെ ലോങ് ഒന്നല്ല, കുറച്ച് മാത്രം കുടിച്ചിട്ട് ആൾ എണീറ്റ് പോവും. അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ അടുക്കളയ്ക്ക് വന്നതാണ് ഇവനക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ പ്ലേറ്റുകൾ ഞാൻ വീഡിയോസിലും പിന്നെ സ്റ്റോറിയിലൊക്കെ കാണിക്കുന്ന സമയത്ത് കുറേ പേര് ചോദിക്കലുണ്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ഇത് ഞാൻ ഈ മാമോം എന്നാണ് വാങ്ങിച്ചത്. കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാളിലുള്ള ഒരു ഷോപ്പാണ്. അപ്പം കുറച്ച് പ്രൈസ് ചെയ്യണോ, ഇതിലും റേറ്റ് കുറഞ്ഞതൊക്കെ ഉണ്ട്. അത് ഈ സെയിം ക്വാളിറ്റി ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം. ആമസോണിലൊക്കെ കിട്ടുന്ന ലിങ്ക്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും താഴെ കൊടുക്കാം. രാവിലെ അധികം എന്തെങ്കിലും കുറുക്കാക്കിയിട്ടോ അല്ലെങ്കിൽ പ്യൂരി ആക്കിയിട്ടൊക്കെയാണ് കേട്ടോ കൊടുക്കൽ, കുറച്ച് ലൂസായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സ്ലർപ്പ് ഫാമിൻ്റെ സീരിയലാണ് കൊടുക്കുന്നത്. ഇതിൽ സ്ട്രോബെറിയും റാഗിയും റൈസും എല്ലാം കൂടെ വന്നിട്ടുള്ളതാണ് കേട്ടോ. സ്ട്രോബെറിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നോയിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഓവർ വരുന്നത് ഞാൻ കുറച്ച് കഴിച്ച് വെക്കലുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സ്കൂപ്പും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് 2 മദേഴ്സ് കൂടിയിട്ടാണ്. ഇതിൽ റാഗി ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാൽഷ്യം ഒക്കെ കിട്ടും. പാലുള്ളതിനേക്കാളും 3 times കാൽഷ്യം കണ്ടൻറ്റ് ഉണ്ട് ഇതിൽ. അതേപോലെ തന്നെ റൈസിലും വീറ്റിലൊക്കെ ഉള്ളതിനേക്കാളും 10 times കാൽഷ്യം ഉണ്ട് കേട്ടോ. പിന്നെ റാഗി നമ്മളെപ്പോഴും കുട്ടിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഓരോ ഈ ഒരു ഡെവലപ്മെൻറ്റിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കളേഴ്സോ മൈദയോ ഷുഗറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇതിൽ യൂസ് ചെയ്തില്ല കേട്ടോ. 100% വെജിറ്റേറിയൻ ആണ്. അപ്പം ഞാനിതിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കലുള്ളത്. കുറച്ച് ചുടുവെള്ളത്തിലേക്ക് ഒരു 3 സ്കൂപ്പ് ഈ പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ലോങ് ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ കുറച്ച് പൊടി ഒരു പാത്രത്തിൽ എടുക്കലുണ്ട്. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കയ്യിൽ വെക്കും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ വേണ്ടത് വെച്ചാൽ അങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റലുണ്ട്. ഞാൻ മുന്നേ യൂസ് ചെയ്യണം കേട്ടോ, നാട്ടിൽ നിന്നേ മോനക്ക് യൂസ് ആക്കലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്കെല്ലാം താഴെ കൊടുത്തേണ്. പിന്നെ എൻ്റെ ഒരു കോഡുണ്ട് മലബാർ 20 എന്ന് പറഞ്ഞിട്ട്, അത് യൂസ് ആക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഈ സ്ലർപ്പ് ഫാമിൻ്റെ പ്രൊഡക്ട്സ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ബിഗ് ബാസ്ക്കറ്റിലും ഫസ്റ്റ് ക്രൈയിലും ഒക്കെ അവൈലബിൾ ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മോനക്ക് രാവിലെ കൊണ്ട് തന്നെ കഴിക്കാൻ കുറച്ച് മടി ഉണ്ടാവും. അപ്പം ഞാൻ ഇതേപോലെ നമ്മൾ സ്പൂണുള്ള ബോട്ടിലുണ്ടല്ലോ അതിലാണ് രാവിലെ ഫുഡ് കൊടുക്കൽ കേട്ടോ. ഇങ്ങനത്തെ പ്യൂരിയൊക്കെ ആകുമ്പം രാവിലെ ഇതിലാണ് കൊടുക്കലുള്ളത്, അല്ലെങ്കിൽ ആൾ തട്ടിക്കളയും. അങ്ങനെ ഓനക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കഴിക്കുകയാണ്. ഇന്നമ്മ ഉപ്മാവേനും ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ചപ്പാത്തി ദോശ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ കഴിക്കുന്ന കൂടെ തന്നെ നോയിനും കുറച്ചിങ്ങനെ കൊടുക്കലുണ്ട്. അത് ഓനക്കായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. പിന്നെ ഓനിപ്പൻ്റെ കൂടെ കുറേ സമയം ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അതിന് ശേഷം ഇനി കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സാധാരണ ഞാൻ രാവിലെ തന്നെ അവനെ കുളിപ്പിക്കലുണ്ട്. ഇന്നിങ്ങനെ വിശപ്പുള്ള പോലൊക്കെ തോന്നിയപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ഫുഡ് കൊടുക്കാമെന്ന്, എന്നിട്ട് കുളിപ്പിക്കലൊക്കെ ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഇതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിന്. ഇത് ഞാൻ ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന പേജുണ്ട് പറഞ്ഞില്ലേ, അതിന് തന്നെ ഉള്ളതാണ് കേട്ടോ. ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ട് ഇപ്പം ചൂടായതുകൊണ്ട് കുട്ടിക്കൊക്കെ ഇടാൻ നല്ലതാണ്. പിന്നെ ഈ പാമ്പേഴ്സ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. നമ്മളെ നാട്ടിലത്തേനേക്കാളും നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ സൈസും കുറച്ചും കൂടെ വലുതുപോലെ ഉണ്ട്. നോയിന് നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ ഓൻ്റെ കറക്റ്റ് സൈസ് വാങ്ങിച്ചാലും ഒരു ഇത്തിരി ടൈറ്റായ പോലെയാണ് നിൽക്കലുള്ളത്. പിന്നെ ഈ ഒരു ബോഡി ക്രീമാണ് മോൻക്ക് യൂസ് ചെയ്യലുള്ളത്. അപ്പോൾ ഇതാ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാം. തലയിൽ ഏത് ഓയിൽ ആഡ് എന്നൊക്കെ കുറേ പേര് ചോദിക്കലുണ്ട് കേട്ടോ. നോയിന് സാധാ വെളിച്ചെണ്ണയാണ് നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നത്.
പിന്നെ ഇവനെ ഞാൻ ആദ്യമൊക്കെ അധിക ദിവസം എണ്ണ തേച്ച് കുളിപ്പിക്കലുണ്ടായിരുന്നു. ഇപ്പം അത് നല്ലോണം കുറഞ്ഞാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ അയക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇവന് ഇരുന്നില്ല എണ്ണ തേക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ എഴഞ്ഞ് നടക്കും. അപ്പോൾ സകല സ്ഥലത്തും എണ്ണ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് നേരം തേച്ച് കൊടുക്കും. അധിക സമയമൊന്നും വെക്കാൻ പറ്റില്ല, ഒരിത്തിരി നേരം 5 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ വലിയ കിട്ടലാണ്. അപ്പോൾ തലയിൽ മാത്രമാണ് കേട്ടോ എന്നും വെളിച്ചെണ്ണ തേച്ച് കൊടുക്കലുള്ളത്. കുളിപ്പിക്കുന്ന അന്നൊക്കെ വെളിച്ചെണ്ണ തേക്കലുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെയാണ് കുളിപ്പിക്കൽ. ഒരു ചെറിയൊരു ബാത്തർ പോലത്തെ ഒരു സാധനം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഇരുത്തിയിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കുളിപ്പിക്കുകയാണ്. ഇവനെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ മൊത്തത്തിൽ കുഴങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഞാനും ഉമ്മയും കൂടെയാണ് കുളിപ്പിക്കലൊക്കെ ഉള്ളത്. ഉമ്മ അങ്ങനെ പിടിച്ചു തരും, പിന്നെ ഞാൻ വെള്ളം ഒഴിക്കും. അങ്ങനെയൊക്കെയാണ്. തലയിൽ വെള്ളം ഒഴിക്കുന്നതൊന്നും ഇപ്പാക്ക് വലിയ ഇഷ്ടമല്ല. ആദ്യം നല്ലോണം നിന്ന് തരുമോ കുളിപ്പിക്കാൻ, ഇപ്പം തീരെ ഇഷ്ടമല്ല. പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് അല്ലേ, അപ്പോൾ ഞാൻ എപ്പോഴും ഇവനക്ക് ഇങ്ങനെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കലുണ്ട്. മസ്റ്റല്ല ആ ഒരു ബ്രാൻഡിൻ്റെതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവനക്ക് ആദ്യം തൊട്ടേ ഇതന്നെ, ജനിച്ച ആ സമയം മുതലേ ഇതന്നെയാണ് യൂസ് ചെയ്യൽ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹിമാലയ വാങ്ങിയിട്ടുണ്ട്. അത് ചെറിയൊരു ട്യൂബാണ് വാങ്ങിയത്. അത് ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഫേസിൽ സെബാമെഡിൻ്റെ ഒരു ഫേസ് ക്രീം ഉണ്ട് കേട്ടോ, അതാണ് ഇട്ട് കൊടുക്കലുള്ളത്. അതും ഞാൻ ആദ്യം വാങ്ങിച്ചതാണ്. ഒന്നും ഞാൻ വീണ്ടും വാങ്ങിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, കാരണം ആ ഫസ്റ്റിൽ വാങ്ങിച്ച ബോട്ടിൽ തന്നെ ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുള്ള് മസാജ് ചെയ്തൊക്കെ കൊടുത്തേന്. പിന്നെ ഓനിപ്പൻ്റെ കൂടെ വീണ്ടും കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഞാനിനി ഇവനക്കുള്ള ഫുഡ് റെഡിയാക്കാൻ ചിക്കൻ ഉണ്ട്. അപ്പം ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാൻ വിചാരിച്ച്, പൊരിക്കല്ല ഗ്രില്ല് ചെയ്യുന്ന പോലെ അങ്ങനെ ആക്കിയെടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഈ ഇട്ട് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ചതച്ചതാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ്, പിന്നെ ഒരു ഇത്തിരി കുരുമുളക് പൊടി ഇട്ടാണ്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഉപ്പ് ചേർത്ത് കൊടുക്കലില്ല, നമ്മൾ 1 വയസ്സ് കഴിഞ്ഞിട്ട് വേണം ഉപ്പ് കൊടുക്കാൻ. അപ്പം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ്. പിന്നെ കുരുമുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ, ആ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. നോയിനിപ്പോൾ ഒരു 1-2 മാസമായിട്ടുള്ളൂ കേട്ടോ ഇതേപോലെ കുരുമുളക് പൊടിയൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇടലുള്ളേനു. ഇപ്പോൾ ഇതാ ഇങ്ങനെ നിങ്ങൾ കണ്ടില്ലേ ഒരു പിഞ്ച് അങ്ങനെയാണ് ഇടലുള്ളത്. പിന്നെ ഞാനിതാ ഒരു ഫ്രൈങ് പാന് ചൂടാക്കിയിട്ട് അതിലേക്കായിട്ട് ഈ ചിക്കൻ്റെ പീസസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് വേവിക്കുമ്പം നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇവർക്കിതൊരു പുതിയ ടേസ്റ്റ് അല്ലേ, അപ്പോൾ ഇഷ്ടമാണ്. നോയിന് ചിക്കനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് കഴിക്കും, ബാക്കി ഫുഡൊന്നും ചോറൊന്നും കഴിക്കില്ല. ഈ ചിക്കൻ, മീൻ അതൊക്കെ ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ മുട്ട വല്ലാതെ ഒരു താല്പര്യമില്ല കേട്ടോ ആൾക്ക്. അപ്പോൾ ഈ ചിക്കൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് നല്ല പോലെ കുക്കായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്, ഒരു ഗ്രില്ല് ചെയ്ത ടേസ്റ്റ് വന്നോട്ടെ വിചാരിച്ചിട്ട്. ഇവനക്ക് വെളിച്ചെണ്ണയും പിന്നെ ബട്ടർ, നെയ്യ് അതിൻ്റെയൊക്കെ ടേസ്റ്റ് കുറച്ചൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അധിക ഫുഡിലും ഇങ്ങനെ ആക്കി കൊടുക്കലുണ്ട്. പിന്നെ ചിക്കനും മീനൊക്കെ ഇപ്പം തന്നെ കൊടുക്കാൻ പറ്റുമെന്ന് കുറേ പേരായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കലുണ്ട് കേട്ടോ. നോയിന് ഞാൻ മീൻ ഒരു 7-ാം മാസം ആയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ നമ്മളിവിടെ സൗദിയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ കൊടുക്കാൻ തുടങ്ങിയ. ഒരു 9-ാം മാസമൊക്കെ ആയ ആ ഒരു സമയത്ത്, 8-9 മാസമൊക്കെ ആയ സമയത്താണ് ചിക്കൻ കൊടുക്കാൻ തുടങ്ങിയത്. മീൻ ഞാൻ നാട്ടിൽ നിന്നേ കൊടുക്കലുണ്ട്, എനിക്കിഷ്ടമാണ് മീൻ. മീനും ചിക്കനൊക്കെ നമുക്ക് 6 മന്ത്സ് മുതൽ കൊടുക്കാൻ പറ്റുമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം ബേബി ഫുഡിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ ഇതാ ഇവൻ്റെ മെയിൻ പരിപാടി ഇപ്പോൾ ഇതാണ്. എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ ചവിട്ടി കയറും കേട്ടോ, മേലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഖുർആൻ അവിടെ കണ്ടിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഓന് രാവിലെ എണീറ്റതിന് ശേഷം ഉറങ്ങിയിട്ടില്ല, അപ്പോൾ നല്ലോണം ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫീഡ് ചെയ്താണ്ട് ഓനെ കിടത്തി ഉറക്കി. ഈ ഉറക്കം അങ്ങനെ ലോങ് ഒന്നല്ല, ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റൊക്കെ കൂടിപ്പോയാൽ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇവൻ്റെ ഫുഡൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഇന്ന് ചോറാണ് കൊടുക്കുന്നത്. അപ്പോൾ അയാൾക്ക് കുറച്ച് ലെബനും കൂടെ ഒഴിച്ച് അത് കൈ കൊണ്ട് തന്നെ കുഴച്ചിട്ട് ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഓൻ്റെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ ലെബൻ എന്ന് പറയുന്നത് നമ്മൾ മോരുണ്ടല്ലോ, മോരിൻ്റെ അത്ര പുളി ഉണ്ടാവില്ല, കുറച്ചൊരു പുളി കുറവായിട്ട് എന്നാൽ നല്ല കട്ടിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഇവനക്ക് നല്ല ഇഷ്ടമാണ് ചോറും ലെബനും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ തൈരിൻ്റെ ഒരു സംഭവമാണല്ലോ അത്. അപ്പോൾ ഈ മിൽക്ക് പ്രൊഡക്ട്സും പിന്നെ നോൺ വെജും ഒരുമിച്ച് കൊടുക്കരുതെന്ന് കുറേ പേര് പറയലുണ്ട് കേട്ടോ.
അപ്പോൾ അതിനെപ്പറ്റി ഞാൻ എൻ്റെ ന്യൂട്രീഷനിസ്റ്റിനോട് ചോദിച്ചപ്പം പറഞ്ഞത് എന്താ വെച്ചാൽ ആയുർവേദത്തിലുണ്ട് അത് രണ്ടും വിരുദ്ധാഹാരമാണ് ഒരുമിച്ച് കഴിക്കരുതെന്ന്. പക്ഷേ മോഡേൺ സയൻസിൽ അതിന് ഒരു ബേസ് ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത്. മെയിനായിട്ട് ഇങ്ങനെ കഴിക്കരുതെന്ന് പറയാനുള്ള കാരണം ഒരെണ്ണം കാൽഷ്യമാണ്, ഒരെണ്ണം അയണാണ്. അപ്പോൾ രണ്ടും കൂടെ കഴിക്കുമ്പം അബ്സോർബ് ചെയ്യൂല, നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. അതുകൊണ്ടാണ് ഇപ്പം കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ള കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കരുത് കേട്ടോ. അല്ല ഒരു പ്രശ്നമില്ലാത്ത മക്കളാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊടുത്തെന്ന് വെച്ചിട്ടും വലിയ സീനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ മോനക്ക് ഇങ്ങനെ കൊടുക്കലുണ്ട്. അപ്പം ഓനക്ക് ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഇപ്പം ഞാനിതാ ഇതേപോലെ അങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ചോറ് കണ്ടപ്പോൾ ആൾക്ക് വലിയൊരു താല്പര്യമില്ല. അതിങ്ങനെ പിടിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിയാണ്ട് താഴത്തേക്ക് ഇടുകയാണ്. ചിക്കൻ കൈ കിട്ടിയപ്പം അതൊന്നിങ്ങനെ കടിച്ച് നോക്കണമെന്നുണ്ട് കേട്ടോ. ഇവനക്ക് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കുഴച്ചിട്ടുള്ള ഫുഡുകളുണ്ടല്ലോ കുറച്ചൊരു ലൂസായിട്ടുള്ളത്, അത് കൈകൊണ്ട് കഴിക്കാൻ വലിയ ഇഷ്ടമില്ല. ഇങ്ങനെ കുറച്ച് ഹാർഡായിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും ഇതേപോലെ വായിൽക്ക് കൊണ്ടുപോകും. പിന്നെ ഫ്രൂട്ട്സ് ഫുഡിൻ്റെ കൂടെ കൊടുക്കരുതെന്നും പറയലുണ്ട്. അപ്പോൾ അതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു സയൻറ്റിഫിക് ബേസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ തൈരും നോൺ വെജും ഫ്രൂട്ട്സും എല്ലാം ഇങ്ങനെ കൊടുക്കണതൊന്നും പ്രശ്നമില്ല. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. ഓരോരുത്തരുടെ പാരൻറ്റിങ് സ്റ്റൈലും ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ ഞാനിതാ മോനക്ക് ഇങ്ങനെ ഫുഡ് വാരി കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചൊക്കെ ഓൻ എടുത്ത് കഴിക്കും. ഈ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കഴിക്കും. ഇപ്പുറത്ത് ഉമ്മ ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഉമ്മനോടാണ് ഈ ചിരിച്ച് കഴിക്കുന്നത്. പിന്നെ ക്യാമറ ഈ ഫോണിങ്ങനെ വെച്ചത് കാണുമ്പോഴും ഓനക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്, ഇങ്ങനെ നോക്കിക്കിട്ടോ അതിൽക്ക് തന്നെ. പിന്നെ ഈ ഒരു സമയത്ത് ഭയങ്കര കഥകളും പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊടുക്കും, എന്നാൽ മാത്രമേ കഴിക്കുള്ളൂ. നമ്മളെപ്പോഴും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കണം. അങ്ങനെ അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് അമ്മ ഓനെ കേൾക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട് ഇത് മൊത്തം കഴിക്കുമെന്ന്. ഇതാ കണ്ടില്ല, ഇത്രയും ലെഫ്റ്റ് ഓവറാണ്. സാധാരണ ഓറഞ്ചൊക്കെ ഓനെ കഴിക്കലുണ്ട്, പക്ഷെ ഇന്നെന്തോ വലിയ ഇഷ്ടമായിട്ടില്ല. അപ്പം ഇത്രയും ബാക്കിയായിട്ടോ. നേരത്തെ ഞാൻ എടുത്തത് നിങ്ങൾ കണ്ടില്ലേ, അതിൽ നിന്ന് ഇത്രയും ബാക്കിയാണ്. ഞാൻ എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് കുറച്ചധികം വെച്ച് കൊടുക്കണതാണ്. പിന്നെ ഇനി ഓൻ്റെ പ്ലേ ടൈമാണ്. ഇവൻക്ക് ഞാൻ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനുള്ള ടോയ്സ് അല്ലാതെ സാധാ ടോയ്സ് ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടേ ഇല്ലേനു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ കസിനും പിന്നെ ഉമ്മാൻ്റെ ബ്രദറും ഒക്കെ പെരുന്നാൾക്ക് വന്ന സമയത്ത് അവർ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതേനു. ഇത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ, അവൻ്റെ കൈമലുള്ളത്. അത് നല്ല രസമായിട്ടുള്ളൊരു ഗെയിമാണ്. ഇവിടെ ചിക്ക് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, അതിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല റിവ്യൂസൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിയതേനു കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്താണെന്ന്. ഇനി ഇവൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ള ടൈം അയക്കുന്നത്. അപ്പം ഞാൻ എല്ലാം ഡ്രസ്സും എല്ലാം മാറ്റി കൊടുക്കാൻ വിചാരിച്ച് ഇനി കുറച്ച് സമയത്തേക്ക് ഡയപ്പർ ഫ്രീ ആയിട്ട് വിടും കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു പോട്ടി ട്രെയിനിങ് പാൻറ്റാണ്, മദർ കെയർ എന്നുള്ളതാണ്. അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ശരിക്കും ഇത് 2-3 വയസ്സുള്ള കുട്ടിയൊക്കെ ഉള്ളതാണ്. കുറച്ച് ലൂസാണ് നോയിന്, പക്ഷേ ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം ഇവിടെ ഇങ്ങനെ ഒരു പാഡഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 യൂറിനൊക്കെ ഇത് ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗെയിം, ഫിഷിംഗ് ഗെയിം എന്ന് പറഞ്ഞിട്ട് ചിക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആപ്പ് എന്നുള്ളതാണ്. ഞാനതിൻ്റെ കോഡും ഇതൊക്കെ ഇങ്ങനെ താഴെ കൊടുക്കുക. അപ്പോൾ ഇതിലിങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. ഒരു ഫിഷിംഗ് ഗെയിം ആയതുകൊണ്ട് തന്നെ ഇത് ചൂണ്ടായിട്ട് ഇങ്ങനെ വെക്കുക, എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളത് ഇങ്ങനെ അതിൽ കൊളുത്തി പിടിക്കുക. രണ്ടിലും മാഗ്നറ്റ് ഉണ്ട്, അപ്പോൾ അങ്ങനെ സ്റ്റിക്കായിട്ട് പിടിക്കും. നല്ല രസമാണ്. ചെറിയ മക്കൾക്ക് അല്ലെങ്കിലും നമുക്കും കളിക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഓനെ കഴിച്ച് ടയേർഡായപ്പം ഇനി ഉറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പകൽ ഇതേപോലെ 2 പ്രാവശ്യമാണ് കേട്ടോ അവൻ ഉറങ്ങുക. ഒരെണ്ണം രാവിലെയും പിന്നെ ഇതാ ഈ ഒരു വൈകുന്നേരത്തെ സമയത്ത് ഉറക്കം. വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു 3 മണി ആ ഒരു നേരക്കായിട്ടാണ് അടുത്ത ഉറക്കമുള്ളത്. അപ്പോൾ ഇതാ ഉമ്മ അങ്ങനെ തൊട്ടിലിട്ടിട്ട് ആട്ടിക്കൊടുക്കുകയാണ്. തൊട്ടിലിപ്പോഴത്തെ അവസ്ഥ ഇതാണ്, ഇതേപോലെ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കും, എന്നിട്ട് തലയെല്ലാം പുറത്തിട്ടിട്ട് കണ്ടില്ലേ ഇങ്ങനെ നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് താഴ്ത്തിയിട്ടാണ് ഇപ്പം തൊട്ടിൽ ആക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ കുറച്ച് മേലെ നിന്നൊക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നല്ലോണം പ്രശ്നമാവും. അപ്പോൾ ഇങ്ങനെ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനും ഓൻ്റെ കൂടെ കിടന്നുറങ്ങിയിട്ടോ. അങ്ങനെ ഇനി വൈകുന്നേരം ഓനക്ക് ഞാൻ ഒരു മുട്ട പൊരിച്ചിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. മുട്ട ഇങ്ങനെ ചിക്കിയിട്ട്. മുട്ട തീരെ ഇഷ്ടമല്ല, കഴിക്കേയില്ല, എന്നാലും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കൊടുത്ത് നോക്കലുണ്ട്. അപ്പോൾ ഇതിലും ഒരു ഇത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തിട്ട് പിന്നെ അത് സാധാരണ നമ്മൾ ചിക്കി പൊരിക്കൂലേ അതേപോലെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവൻക്ക് മുട്ട നമ്മൾ പുഴുങ്ങിയിട്ടയത്ത മഞ്ഞ ഉണ്ടല്ലോ അതെടുത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കഴിക്കും. പക്ഷേ ഇങ്ങനെ രണ്ടും കൂടെ മിക്സായി
ആയിട്ട് വരുമ്പം കുട്ടി തീരെ കഴിക്കണില്ല, എന്താ അറിയില്ല, അവനക്ക് തീരെ പറ്റണില്ല. എന്നാലും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കൊടുത്തു നോക്കൂട്ടോ, ഇഷ്ടാവട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ഇതിൽ നിന്നൊരു 2 പിടിയൊക്കെ അവൻ തിന്നോളൂ, ബാക്കി ഫുള്ള് ഞാൻ കഴിക്കേണ്ടി വരും. വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുത്തത്. ഇടയ്ക്ക് ഞാനിത് ബട്ടറിലും പൊരിച്ചു കൊടുക്കലുണ്ട്. ഇനിയിപ്പോൾ ഇവന് കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കഴിക്കേണ്ടി വരുമല്ലോ, അപ്പോൾ എനിക്ക് ബട്ടറിൽ പൊരിച്ചിട്ടുള്ള ആ മുട്ടൻ്റെ ടേസ്റ്റ് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെളിച്ചെണ്ണയിലാക്കിയത്. അങ്ങനെ ഇവനക്ക് കൊടുക്കാൻ കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ചോറിൻ്റെ അതേ അവസ്ഥ തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിയിടലാണ് പണി. പിന്നെ ഈ ഒരു പാത്രം സക്ഷനുള്ളതാണ്, എന്നാൽ അതങ്ങനെ ഭയങ്കരമായിട്ട് ഒട്ടി നിൽക്കുന്നൊന്നുമില്ല. ഇവനക്കത് എടുക്കുന്ന രീതിയും അറിയാം, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തട്ടിയിടും. അപ്പോൾ ഞാൻ പ്ലേറ്റ് മാത്രമാണ് ഇവനക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കൽ. ഈ പാത്രം വെച്ച് കഴിഞ്ഞാൽ ആൾ നല്ലോണം ഉന്തി മറിച്ചിടും അത്. പിന്നെ ഇപ്പം എല്ലാം ഇങ്ങനെ തട്ടിയിടാനൊക്കെ ഉള്ളൊരു ടെൻഡൻസിയാണ് എനിക്ക്. കണ്ടില്ലേ, തീരെ തിന്നൂല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കൊടുത്താലും അത്യാവശ്യം ഒരു 2 വായൊക്കെ തുറക്കുള്ളൂ. പിന്നെ ഇപ്പം അത് അവിടെ ഇപ്പുറത്തിരുന്നിട്ട് ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ച് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമാണ് ഓറഞ്ച്, അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്താൽ കഴിക്കും. പിന്നെ ആപ്പിളൊന്നും വലിയ താല്പര്യമില്ല, ഓറഞ്ച് മാത്രമാണ് ഓൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. മാങ്ങയും ഇതേപോലെ തന്നെ ഇടയ്ക്കൊക്കെ കഴിക്കുന്നല്ലാതെ ഭയങ്കര വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഇപ്പോൾ ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓനിങ്ങനെ വിരൽ ചൂണ്ടാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിരൽ ചൂണ്ടണ കാണുമ്പം ഓനും അതേപോലെ തന്നെ ആക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പത്തിൻ്റെ ഒരു ദിവസത്തിൽ 3/4 സമയം ഇവനക്ക് ഫുഡ് ഉണ്ടാക്കൽ, എന്ത് കൊടുക്കുന്ന ആലോചിക്കൽ, പിന്നെ ഇവനെ തീറ്റിക്കൽ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ നടക്കുന്നത്. അങ്ങനെ ഇനി ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാം. അപ്പം എപ്പോൾ പുറത്ത് പോവുകയാണെങ്കിലും ഞാൻ ഇവനക്ക് ഫുഡ് കയ്യിൽ വെക്കലുണ്ട്. അതിനിപ്പം ഓൻ കഴിച്ചിട്ടാണെങ്കിലും സാരമില്ല, ഞാൻ ഫുഡ് എടുക്കും കേട്ടോ. ബാക്കി വന്നാലും പ്രശ്നമില്ല, ഓനക്ക് വിശക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് മുത്താരയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളെ റാഗി ഉണ്ടല്ലോ, അതാണ് ചെയ്യണത്. അതിലേക്ക് ഞാനൊരു ഇത്തിരി കോക്കനട്ട് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പനങ്കൽക്കണ്ടം അല്ലെങ്കിൽ കോക്കനട്ട് ഷുഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും, ഈ മുത്താറിൻ്റെ പൊടി വെറുതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റേ മാറും, നല്ല രസമാണ്. പിന്നെ ഇതൊക്കെയാണ് ഇവനക്ക് പുറത്ത് പോകുമ്പോൾ എടുക്കൽ. ഓറഞ്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഫീഡിങ് ബോട്ടിലിൽ വെള്ളം എടുത്തിന്. ഇത് നമ്മളെ സ്പൂണുള്ള ഫീഡിങ് ബോട്ടിലാണ്. അപ്പോൾ അതിൽ ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ വെക്കുന്ന സാധനം കാണാതായതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലൊരു പ്ലാസ്റ്റിക് കവർ തന്നെയാണ്. പിന്നെ ഇനി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഒരു മഗ്‌രിബിൻ്റെ മുന്നായിട്ടാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ നോയിൻ്റെ രാത്രി ഭക്ഷണം എന്തായാലും ഇനി പുറത്ത് തന്നെ കൊടുക്കേണ്ടി വരും, കാരണം ലേറ്റ് ആവും ഇനി വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ നമ്മൾ നാട്ടിലേക്ക് പോകാനായതുകൊണ്ട് തന്നെ 10 ദിവസം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. ഒന്നുകിൽ വെറുതെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ, അപ്പം ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങുന്നതാണ്. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ബിന്ദാവൂദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ട്രോളർ എടുത്തിട്ടില്ല, കാരണം ഇവനിപ്പോൾ ഇങ്ങനെ ട്രോളിയിൽ ഇരുത്തുമ്പോൾ തന്നെ അവനക്ക് നല്ല ഇഷ്ടമാണ്, ഇരിക്കുന്നുണ്ട്. മറ്റിങ്ങനെ ട്രോളിയിൽ ഇരിക്കലില്ലേനോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ഥിരം എങ്ങോട്ട് പോകുമ്പോഴും സ്ട്രോളർ എടുക്കലുണ്ട്. പിന്നെ ഈ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ പാത്രങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, കാരണം നാട്ടിലല്ലെങ്കിൽ തന്നെ സാധനം കൊണ്ട് നിറഞ്ഞിക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങനത്തതൊന്നും വാങ്ങിക്കൊണ്ടുവരുത് എന്ന് ഉമ്മനോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അതിക്കൊന്നും നോക്കുന്നില്ല. ഇനി നേരത്തെ മുട്ട ചിക്കി പൊരിച്ചത് കൊടുത്തിട്ട് ആകെ 2 വായ മാത്രമേ തുറന്നിട്ടുള്ളേനു. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എപ്പോഴും ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബിബ് ഇട്ട് കൊടുക്കലുണ്ട്. പിന്നെ ഇവനക്ക് ഫുള്ളായിട്ടുള്ളൊരു ബിബുണ്ട്, അത് പക്ഷേ ആൾക്ക് എന്തോ വലിയ താല്പര്യമില്ല, കാരണം കൈയൊക്കെ ഇങ്ങനെ കവറാകുമ്പോൾ വലിയൊരു ഇഷ്ടമില്ല അവനക്ക്. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ടും ഓരോ സെഷൻക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പൂൺ ബോട്ടിലുള്ളത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ നമുക്ക് പുറത്തുനിന്നൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമൊക്കെ ഇത് വെറും പുറത്തുനിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്തിരുന്നത്. പിന്നെ രാവിലെ അവൻ കഴിക്കാതാവുമ്പം രാവിലത്തെ ടൈമിലുള്ള കുറുക്ക് കൊടുക്കാനും പഠിക്കലുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് നമ്മളെ ഷോപ്പിങ്ങും കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ബാക്കിയായിട്ടുള്ളേനു കേട്ടോ. അവനക്ക് കുറുക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത, എന്നാലും ഇപ്പം ഇന്നിങ്ങനെ ഇതെല്ലാം കണ്ടതുകൊണ്ട് കുറച്ചെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ബാക്കിയുള്ള ഓറഞ്ചൊക്കെ കൊട്ടീനു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നോയിൻ്റെ ഒരു ദിവസം. നോയിൻ്റെ ഡേ ഇൻ മൈ ലൈഫ്സ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഓരോ ലൈക്സുമാണ് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്